നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോള. ഇന്നത്തെ വീഡിയോ അതായത് 13/1/2026 ചൊവ്വാഴ്ച വൈകിട്ട് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം 35 രൂപയാണ് ഒരു ഗ്രാമിൻ്റെ മുകളിൽ കൂടിയത്. അതേസമയം 280 രൂപയാണ് ഒരു ഭവൻ്റെ മുകളിൽ കൂടിയത്. സ്വർണ്ണവില എങ്ങോട്ട്? ഇന്നലെയും സ്വർണ്ണവില കൂടിയിരുന്നു. ഇനി റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 188, RSS 5 കിലോ 183 രൂപ 50 പൈസ, ISNR 20 167 രൂപ, ലാറ്റക്സ് 60% ERC-യുള്ള 130 രൂപ 50 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം ബോർഡ് വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 188, RSS 5 കിലോ 183 രൂപ 50 പൈസ. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 181 രൂപ 50 പൈസ, RSS 5 കിലോ 177 രൂപ 50 പൈസ. വിദേശ വില നോക്കുമ്പോൾ RSS 4 കിലോ 195 രൂപ 22 പൈസ, RSS 5 കിലോ 194 രൂപ 79 പൈസ. ബാങ്കോക്ക്. ഇനി സ്വർണ്ണ വില നോക്കുമ്പോൾ സ്വർണ്ണ 22 ക്യാരറ്റ് രൂപ 13,065, ഒരു പവന് 1,04,520. അതുപോലെ 24 ക്യാരറ്റ് രൂപ 14,253, ഒരു പവന് 1,14,024. അതുപോലെ 18 ക്യാരറ്റ് രൂപ 10,690, ഒരു പവൻ 85,520. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. മുൻ CPIM നേതാവും കൊട്ടാരക്കര MLA ആയിരുന്ന അഡ്വക്കേറ്റ് ഐഷ പോറ്റി ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നു. 2000 ആണ്ട് മുതൽ 2021 വരെ അവർ പാർട്ടിയുടെ ജനങ്ങളെയും ഏൽപ്പിച്ച കൊടുത്ത അധികാര കസേരയിലായിരുന്നു. 2005 വരെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 2006 മുതൽ 2021 വരെ കൊട്ടാരക്കര MLA ആയത് ഒരു ജീവിതചക്രത്തിൻ്റെ നല്ലൊരു ഭാഗം അധികാരത്തിൽ തന്നെയായിരുന്നു. 2006 കൊട്ടാരക്കരയുടെ വൻ നേതാവായിരുന്ന R ബാലകൃഷ്ണനെ തോൽപ്പിച്ചാണ് MLA ആയി തുടങ്ങിയത്. 2021 പാർട്ടി മറ്റൊരു സീനിയർ നേതാവായ KN ബാലഗോപാലിനെ നിയമസഭയിൽ എത്തിക്കേണ്ടത് ആവശ്യമായി വന്നതിനാൽ ഒരു 5 കൊല്ലം ഐഷ പോറ്റിക്ക് അധികാരത്തിൽ നിന്ന് വിടുതൽ നൽകി ബാലഗോപാലിനെ മത്സരിച്ചു 10,000 വോട്ടുകൾ വിജയിപ്പിക്കുകയും ചെയ്തു. എന്തായാലും കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിത്വം വ്യക്തമായി. കോൺഗ്രസിന് വേണ്ടി ഐഷ പോറ്റിയും മറ്റേ CPM-ന് വേണ്ടി ബാലഗോപാലും മരിക്കുന്നത് തീർച്ചയായി. ഇതിൽ ആര് ജയിക്കുമെന്ന് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ പറയാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.